കുറച്ചൊക്കെ ലൈഫിൽ ഒരു പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരിക്കലും നടിയാകരുത് എന്ന് അമ്മ ആഗ്രഹിച്ച അതിലേക്ക് ചേച്ചിയുടെ നിയോഗമാണ്. അമ്മയ്ക്ക് വലിയൊരു നിർബന്ധമായിരുന്നു അമ്മയുടെ മക്കൾ ആരും നടികളായി തീരരുത്, അല്ലെ നടന്മാരായി തീരരുതെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന ഒരുപാട് പേരുണ്ട്, പലരും എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. ഭാഷയുടെ അതിർവരമ്പുകളൊക്കെ കടന്ന് സീമാജി നായർ നടിയെ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അതൊരു ഭാഗ്യമല്ലേ ചേച്ചി? ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചേമ്പല് പോലാണ്, മുങ്ങത്തുമില്ല എന്നാ പൊങ്ങത്തുമില്ല. സിനിമയിൽ അഭിനയിക്കുമ്പോ തന്നെ ചേച്ചി തിരിച്ച് സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. ഉള്ളവർക്കുണ്ട് കലയിൽ, ഇല്ലാത്തവർക്ക് ഇല്ല. എൻ്റെ മനസ്സിനിണങ്ങിയ കഥാപാത്രങ്ങൾ അല്ലെ മനസ്സിന് സംതൃപ്തി ഇല്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ല, അല്ലെ ക്യാരക്ടറിൻ്റെ കഥ കേട്ട് അതിൻ്റെ ഡെപ്ത് നോക്കിയേ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. 41 വർഷത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകൾ അതികഠിനമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ലൈഫിലെ റോൾ മോഡൽ ഞങ്ങളുടെ അമ്മയാണ്. നമസ്കാരം, കൈരളി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളത്തിൽ സീമ എന്ന വാക്കിനർത്ഥം അതിർവരമ്പ് എന്നാണ്. പക്ഷേ സ്നേഹത്തിനോ കരുണയ്ക്കോ ഒന്നും അതിർവരമ്പില്ല എന്ന് മലയാളിയെ കാണിച്ചു തന്ന മലയാളിയുടെ സ്വന്തം സ്നേഹസീമ സീമ ചേച്ചിയാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. സ്വാഗതം. നമസ്കാരം പൊന്നി. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഇനിയും ഒരു 3-4 മാസമായിട്ട് അല്ലേ ചേച്ചി? അതെ അതെ, നിൽക്കാൻ സമയമില്ലാത്ത ഒരാളെ ഞാൻ എനിക്ക് വേണ്ടി പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഞാനതിപ്പോ ദേവുവിന്റെ അടുത്ത് പറഞ്ഞു, ദേവു ഒരു 4-5 മാസമായെന്ന് തോന്നുന്നു പൊന്നി എന്നെ വിളിക്കണം. അത് ഈ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ തലേന്നായിരിക്കും ഇവിടുന്ന് പോയിട്ടുണ്ടാവുക. അപ്പൊ നല്ല തിരക്കായിരുന്നു, ആ തമിഴ് വർക്ക് ചെയ്തോണ്ടിരുന്നോണ്ട്. അതിന്റെ ശരിക്കും ഇന്ന് ഇച്ചിരി വയ്യാഴികയുണ്ട്. അപ്പൊ ഞാൻ ദേവുവിനോട് പറഞ്ഞു, പൊന്നി ആയതുകൊണ്ട് ഇല്ല ഞാൻ ഏതെങ്കിലും രീതിയിൽ ഇത് മാറ്റിയേനെ, കാരണം വയ്യ, ഹെൽത്ത് ഇച്ചിരി ഇന്ന് ഭയങ്കര ഡൗൺ ആണ് എന്ന് പറഞ്ഞു. അപ്പം തിരക്കല്ല, അത് മനഃപൂർവ്വം തിരക്കുണ്ടാക്കിയതല്ല. എനിക്കറിയാം, കാരണം എത്ര വേണമെങ്കിൽ ചേച്ചിക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കാം, അങ്ങനെയുള്ളവരെയും അറിയാം. പക്ഷെ ഞാൻ എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് കാര്യം പറയും. ഞാൻ ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരേണ്ട. എനിക്ക് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നൂല്ലേ നമ്മളോട് അത്രയും തിരിച്ചൊരു ഇത് കാണിക്കേണ്ട കാര്യം ചേച്ചിക്കില്ല. ഇപ്പൊ ഞാൻ വിളിക്കുമ്പോ എനിക്കിപ്പോ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. പക്ഷെ ഞാൻ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ കൊച്ചിയിലുണ്ട്, പിന്നെ തിരുവനന്തപുരത്താണ്, അങ്ങനെ തുടങ്ങി. അത് എനിക്കൊന്ന് ചേച്ചി ഒരു ജീവിതത്തിലുടനീളം വെച്ച് പുലർത്തുന്ന ഒരു കാര്യമാണ്. അതെ അതെ അതെ, കാരണം ഒരുപാട് പേർക്ക് എന്നോട് എപ്പോഴും, ഇന്നലെയും ആരോ വന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആലോചിക്കുക സീമ ചേച്ചിക്ക് എങ്ങനെ ഈ സോഷ്യൽ വർക്കും നമ്മുടെ ജോലിയും കുടുംബത്തിന്റെ പ്രശ്നങ്ങളും മറ്റുള്ള ഇതൊക്കെ കൂടെ എങ്ങനെ ചേച്ചിക്ക് ഒരേ സമയം ഈ ഒരു ഫോണിൽ കൂടിയല്ലേ കൂടുതലും കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നു, എങ്ങനെ പോകാൻ പറ്റുന്നു. കുറച്ചൊക്കെ ലൈഫിൽ ഒരു പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. 17 വയസ്സിൽ തുടങ്ങിയ അഭിനയം 39 വർഷങ്ങൾ അല്ലേ? എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പങ്ക്ച്വാലിറ്റിയും എല്ലാവരോടുമുള്ള ഒരു സ്നേഹവും ഒക്കെയാണ്. എങ്ങനെ നോക്കി കാണുന്നു ചേച്ചി ഈ 39 വർഷം? 39 അല്ല, ഇപ്പൊ 41 ജൂണില് 41 വർഷമാകും. അപ്പൊ എന്താന്ന് വെച്ചാല് അത് അങ്ങനെയല്ല, അമ്മയായിരുന്നു എല്ലാത്തിൻ്റെയും ഒരു എന്താ ഒരു നമ്മുടെ ഒരു റോൾ മോഡൽ എൻ്റെ അമ്മയാണ്. അമ്മയുടെ കഷ്ടപ്പാടും അമ്മയുടെ വിഷമങ്ങളും അമ്മയുടെ ദുഃഖങ്ങളും അമ്മ യാത്ര ചെയ്തിട്ടുള്ള ആ പാതകളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 41 വർഷത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകൾ അതികഠിനമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ലൈഫിലെ റോൾ മോഡൽ ഞങ്ങളുടെ അമ്മയാണ്. അപ്പം അമ്മ കാണിച്ചു തന്ന പാതയിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അമ്മയ്ക്ക് വലിയൊരു നിർബന്ധമായിരുന്നു അമ്മയുടെ മക്കൾ ആരും നടികളായി തീരരുത്, അല്ലെ നടന്മാരായി തീരരുതെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ ജോലിയെ കുറച്ച് കാണിച്ചത് കൊണ്ടല്ല, അല്ലെ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ടുമല്ല. അമ്മ വന്ന സാഹചര്യവും അമ്മ നിന്ന സാഹചര്യവും അതികഠിനമായിരുന്നു. അമ്മ അനുഭവിച്ചത് മക്കൾ അനുഭവിക്കരുതെന്നുള്ള ഒരമ്മയുടെ എന്താ പറയുന്ന ഒരു കരുതലായിരുന്നു, ഞങ്ങളാരും ഇതിലേക്ക് വരരുതെന്ന്. അപ്പോൾ അമ്മ ആകെ പറഞ്ഞിട്ടുള്ളത് ഗുരുത്വം എന്ന് പറഞ്ഞ 3 അക്ഷരം ഒരിക്കലും വിറ്റ് തിന്നരുത്. അതാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്, ഗുരുത്വം. മാതാപിതാ ഗുരു ദൈവം എന്ന് കറക്റ്റ് പഠിപ്പിച്ച് തന്നെയാണ് അമ്മ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗുരുത്വം വിറ്റ് തിന്നാത്തത് കൊണ്ടാകാം 41 വർഷം പൊന്നി എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നേ. എൻ്റെ കൂടെ വന്ന ഒരുപാട് പേരുണ്ട്, പലരും എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. പലർക്കും ലൈഫിൽ ഒരുപാട് പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. നമുക്കും ചിലപ്പം ലൈഫിലെ യാത്രകളൊക്കെ ഭയങ്കര കഠിനമായ യാത്രകളായിരിക്കും. പക്ഷെ എന്നാലും
ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചേമ്പല് പോലാണ്, മുങ്ങത്തുമില്ല എന്നാൽ പൊങ്ങത്തുമില്ല. ഇങ്ങനെ ആ വെള്ളത്തിന്റെ മുകളിലിട്ടാൽ നമ്മൾ അങ്ങനെ അങ്ങോട്ട് കിടക്കും. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഈ ചേമ്പല പോലെ അമ്മ കാണിച്ചു തന്ന ഒരു പാതയിലൂടെ, അമ്മ പറഞ്ഞു തന്ന വാക്കുകളിലൂടെ ഈ 41 വർഷം എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നടിയാകരുത് എന്ന് അമ്മ ആഗ്രഹിച്ച അതിലേക്ക് ചേച്ചിയുടെ നിയോഗമാണ്. തീർച്ചയായിട്ടും ദൈവം കൊണ്ടെത്തിക്കുകയാണ് ചേച്ചി അവിടെ. കൊണ്ടെത്തിക്കുക മാത്രമല്ല, നമ്മൾ പറഞ്ഞ പോലെ 41 നീണ്ട വർഷങ്ങൾ ചേച്ചിക്ക് അവിടെ നിൽക്കാനും സാധിച്ചു. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചേച്ചീനെ വിളിക്കുമ്പോൾ ചേച്ചി തമിഴ് സെറ്റിലായിരുന്നു അല്ലെ. അപ്പം ഭാഷയുടെ അതിർവരമ്പുകളൊക്കെ കടന്ന് സീമാജി നായർ നടിയെ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അതൊരു ഭാഗ്യമല്ലേ ചേച്ചി? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഭാഗ്യം ഇപ്പൊ ഇതുവരെ നമുക്ക് കിട്ടിയതും ചെയ്തതും നമ്മളിവിടെ നിൽക്കുന്നതും എല്ലാം നമുക്ക് ബോണസ് മാത്രമാണ്. എല്ലാം നമുക്ക് ബോണസാണ്. ഞാനിപ്പോൾ അതാണ് പൊന്നിയോട് പറഞ്ഞ്, നമ്മുടെ കൂടെ വന്നവരൊന്നും നമുക്കിപ്പോഴും ഫീൽഡിൽ ഇല്ലാത്ത അവസ്ഥയിലുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ആലോചിച്ചൊരു കാര്യം, നമുക്ക് ഇപ്പം ഇതിൽ നിന്നും ഒരു ലെവലിലുള്ള ആൾക്കാരിൽ താഴെയുള്ളവർക്ക് അധികം അങ്ങനെ സമ്പാദിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തുണ്ടാവില്ല. കാരണം ഉള്ളവർക്കുണ്ട് കലയിൽ, ഇല്ലാത്തവർക്ക് ഇല്ല. അങ്ങനെയാ. അപ്പം എന്നാന്ന് വെച്ചാൽ ഈ ഫെയിം ഇതൊരു വലിയ പ്രശ്നമാണ്. ഒരു ഫെയിം വരുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ യാത്രകളും നമ്മുടെ വസ്ത്രധാരണ രീതികളും നമ്മൾ നിൽക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ആ ഒരു നമ്മുടെ സ്റ്റാറ്റസിനെ കീപ്പ് ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ ഈ ഫീൽഡിൽ വന്നതും നിന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ ഈശ്വരൻ നമുക്ക് തന്ന ബോണസായിട്ട് തന്നെ നമ്മളതിനെ കാണുമ്പോഴും ഈ പാതകൾ അതികഠിനമാണ്. കാരണം നമുക്ക് കുറച്ച് ദിവസം വർക്കില്ലെങ്കിൽ ചിലപ്പോൾ പല വീടുകളും പട്ടിണിയായി പോകുന്ന ഒരു ഘട്ടമുണ്ട്. പലരും എന്നെ വിളിച്ച് അവരുടെ ദുഃഖങ്ങൾ പറയുന്നുണ്ട്. മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർ, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർ, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർ. ഞാനും അതേ പാതയിലൂടെ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല എന്നത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ടും നമ്മൾ ഓരോ ദിവസവും വർക്കില്ലാതെ വരുമ്പോൾ മുന്നോട്ട് എങ്ങനെയെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നെപ്പോലുള്ള ഒരുപാട് പേര്. അപ്പം അതുകൊണ്ട് അത്ര സുഖകരമായ ഒരു അവസ്ഥയായിരിക്കില്ല. പക്ഷെ ഈശ്വരൻ തന്ന എല്ലാ നന്മകൾക്കും നമ്മൾ നന്ദി പറയുന്നു. ഇപ്പൊ ചേച്ചി ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് ചോദിക്കുന്നത്. ഇപ്പൊ ആത്മ പോലൊരു സംഘടനയുടെ അല്ലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, അതുകൊണ്ട് തന്നെ ചോദിക്കണ്ടേ ചേച്ചി, ഇങ്ങനത്തെയുള്ള സംഘടനകൾ ഇപ്പൊ അമ്മയിലും ചേച്ചി അംഗമാണ്. അതെ. അപ്പൊ അമ്മ പോലെ ആത്മ പോലെയൊക്കെ സംഘടന, ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ നമുക്കൊരു തൊഴിൽ ഉറപ്പ്, അല്ലെങ്കിൽ ഈ കുറച്ചു പേർക്കൊക്കെ സഹായങ്ങൾ ഒരുപാട് ചെയ്യുന്നില്ല എന്നല്ല, അങ്ങനെ എന്തെങ്കിലും ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട്? കാരണം അങ്ങനെ ഒരു പൊസിഷനിലിരുന്ന ആളായത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത്രയും വർഷം സംഘടനകളിൽ ഉണ്ടായത് തന്നെ എന്തെങ്കിലും ഒരു മാറ്റം, അല്ലെങ്കിൽ എല്ലാവർക്കും? ഇല്ല മോളെ, അത് നടക്കാത്ത കാര്യമാണ്. ഞാനിത് എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. കാരണം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. എത്ര വലിയ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർക്കും അവർക്ക് ഒരിക്കലും മറ്റൊരു സംഘടനയെ കമാൻഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പം ഒരു പ്രൊഡ്യൂസേഴ്സ് സംഘടനയോട് ഞങ്ങളുടെ അമ്മയിലുള്ള ആൾക്കാർക്ക് മാത്രം ചാൻസ് കൊടുക്കണം, ഈ ആർട്ടിസ്റ്റിന് ഒരുപാട് നാളായിട്ട് അവർക്ക് വർക്കില്ല, അതുകൊണ്ട് നിങ്ങൾ കൊടുത്തേ പറ്റുമെന്നൊരിക്കലും ആജ്ഞാപിക്കാൻ പറ്റത്തില്ല. റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ റിക്വസ്റ്റ് ചെയ്താൽ പോലും അവർക്ക് അവരുടെ സിനിമയിൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആദ്യം എല്ലാവരും പറഞ്ഞിരുന്നു, നമുക്ക് വർക്കിൽ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കണ്ടെത്തുക, തൊഴിൽ കണ്ടെത്തി കൊടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അന്നും ഇന്നും എനിക്കറിയാം ഇതൊരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഏത് പ്രൊഡ്യൂസേഴ്സിനോടോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടോ ആരോട് വേണേലും ചോദിച്ചു, അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ കഥാപാത്രങ്ങൾക്ക് പറ്റിയവരെയാണ് അവർ കണ്ടെത്തുന്നത്. ഒരാൾ റെക്കമെൻഡ് ചെയ്താൽ, ഒരാൾ ഒരു ഫോഴ്സ്ഫുള്ളി ഇവർ തന്നെ ഈ ക്യാരക്ടർ ചെയ്യട്ടെ, അവർക്ക് ഒരു നിവൃത്തിയും ഇല്ലാത്തവരാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ ഒരാൾക്ക് വിളിച്ച് ചാൻസ് കൊടുക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ആർക്കും അങ്ങനെ തൊഴിലിടങ്ങൾ കണ്ടെത്തി അല്ലെ സൃഷ്ടിക്കാനൊന്നും പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി, ഇപ്പം ഞാൻ പറയട്ടെ, അങ്ങനെ ഒക്കെ തുടങ്ങി അതിലൊക്കെ ഇവര് ജോലികളായിട്ട്
ഇങ്ങനെ കൊടുക്കണം. ഇപ്പം നമ്മൾക്കിപ്പം ഒരു ഹോസ്റ്റൽ തുടങ്ങി, അല്ലെങ്കിൽ ഒരു ആതുര ശുശ്രൂഷ, അങ്ങനെ ഒരു നമ്മുടെ ഓൾഡ് ഏജ് ഹോമുകൾ തുടങ്ങി അവിടെ ഒരു 5 പേരെ നിർത്തുക, അവർക്കൊരു സ്ഥിരമായിട്ട് ഒരു വരുമാനം അങ്ങനെയൊക്കെ ഒരു സാധനം ചെയ്യേണ്ടി വരും. അതൊക്കെ നമുക്കൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും അത്ര കടന്നാരും പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതൊന്നും അത്രയും പെട്ടെന്ന് തൊഴിലിടങ്ങൾ സൃഷ്ടിച്ച് തൊഴിലിടങ്ങൾ കണ്ടെത്തി കൊടുക്കുക എന്ന് വെച്ചാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് തോന്നുന്നു പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അവർക്ക് ഇത്തിരി ഇത് ബുദ്ധിമുട്ടാ, ഒന്ന് ചെയ്യാമോന്ന് ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടി ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റിയാൽ തന്നെ 1-2 പ്രാവശ്യം ചെയ്യാൻ പറ്റും. ആ 1-2 പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് പണിയില്ലാതിരിക്കുന്ന എല്ലാരെയും അഭിനയിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇപ്പം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നാടകത്തിൽ തുടങ്ങുന്നു, സീരിയലിലേക്ക് വരുന്നു, സിനിമയിൽ വീണ്ടും സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ സീരിയലിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നു, വീണ്ടും സിനിമ ചെയ്യുന്നു. പക്ഷേ അതൊരു എല്ലാവരെയും സംബന്ധിച്ചത് എടുപ്പാണ്. ഞാൻ പലരും ഇൻ്റർവ്യൂ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സീരിയലിൽ എന്നൊരു പേര് വന്നുപോയാൽ സിനിമയിൽ പിന്നെ അവസരങ്ങളേ ഇല്ല. പക്ഷേ സീമാജി നായർ എന്നൊരു നടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നമുക്ക് പറയാനേ പറ്റില്ല. കാരണം സീരിയലിലും മികച്ച കഥാപാത്രങ്ങൾ, ഒപ്പം തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ചേച്ചി തിരിച്ച് സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ആ ചേച്ചി ഇല്ല അങ്ങനെ കേട്ടിട്ടില്ല? കാരണം എല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്. സീരിയലിൽ അഭിനയിച്ചാൽ സിനിമാക്കാരും എപ്പോഴും സ്ക്രീനിൽ കാണുന്ന മുഖം മടുത്തുപോയി എന്ന് പറയും. പക്ഷെ അങ്ങനെ സിനിമാക്കാർ പറയുമ്പോഴും അവരൊന്ന് ചിന്തിക്കേണ്ടത്, ഇവരാരും നായികമാരൊന്നും അല്ല. അതായത് ഈ സ്ക്രീനിൽ കണ്ട് മടുത്തവരാരും നായികമാരല്ല. ഒന്നേ സഹോദരി വേഷം, അല്ലെ അമ്മ വേഷം, അല്ലെ അമ്മൂമ്മ വേഷം ചെയ്യാനുള്ള ആൾക്കാർ. എല്ലാവരും ഈ സൂപ്പർ സ്റ്റാർസിൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ തിരക്കുള്ള ഒരു നടന്മാരുടെ നായികമാരായിട്ട് സീരിയൽ രംഗത്ത് നിന്നും ആരെയും പെട്ടെന്ന് കണ്ടെത്തുകയില്ല, അല്ലെ അവർ അതിൻ്റെ അങ്ങനെ ഒരു ജോലി കൊടുക്കത്തുമില്ല. അപ്പോൾ എല്ലാ സിനിമാക്കാരും പറയുന്നതാണ് മുഖം കണ്ട് മടുക്കുന്നു എന്ന്. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക്, അതായത് എൻ്റെ തൊഴിൽ വ്യക്തമായിട്ടും അഭിനയം തന്നെയാണ്. അതിനി ഷോർട്ട് ഫിലിമിന് വിളിച്ചാലും, ഇപ്പം ഞാനൊരു ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നുണ്ട്, ലഹരിക്കെതിരായിട്ട് ഒരു ഷോർട്ട് ഫിലിം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. വളരെ തുച്ഛമായ പൈസ എനിക്ക് കിട്ടുകയുള്ളൂ. അപ്പം അവരെന്നോട് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമും ഞാൻ പോയി ചെയ്യുന്നുണ്ട്, എന്നാൽ ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കതിൽ നിന്ന് 50,000 രൂപയോ 1,00,000 രൂപയോ അല്ലെ വേണ്ട 25,000 രൂപ പോലും എനിക്ക് തരത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഭാഗ്യത്തിന് എന്നെ മാറ്റിയിട്ടില്ല. നാളെ മാറ്റുമോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ തമിഴ് സീരിയൽ വന്നാലും ഷോർട്ട് ഫിലിം വന്നാലും മലയാളം സീരിയൽ വന്നാലും സിനിമ എന്നെ വിളിച്ചാൽ ഞാൻ പോകും. അതുകൊണ്ട് മാറ്റി നിർത്തപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ടാകാം, അത് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഒരുപാട് ചാൻസസ് എൻ്റെ പോയിട്ടുണ്ടാകാം. പ്രത്യക്ഷത്തിൽ എനിക്ക് അങ്ങനെ അറിവില്ല. അപ്പം ഈ ചേച്ചി ഇതിനെ നാടകം എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റേജുകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും സ്റ്റേജ് അല്ലേ? അപ്പൊ അതിൽ നിന്ന് സീരിയലിലേക്ക് വരുന്നു, സീരിയൽ സിനിമ, ഇതിനകത്ത് ചേച്ചി എങ്ങനെയാണ് ഈ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ കൂടുതൽ ഏത് അങ്ങനെ ചേച്ചി ചിന്തിക്കാറുണ്ട്? അല്ല, നാടകത്തില് ഈ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിലേക്ക് നമ്മളുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് അതിഭാവുകത്വം നിറഞ്ഞ കുറച്ചുകൂടി ഓവർ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ അതിൽ അഭിനയിക്കാൻ. സീരിയലിലും സിനിമയിലും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സീരിയൽ വേണമെങ്കിലും ഇച്ചിരി കൂടിയൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഈ ഭയങ്കര ഒരു വില്ലത്തി ക്യാരക്ടർ വരുമ്പം ഭയങ്കര സംഭവം, ഭയങ്കര മേക്കപ്പും ഒക്കെ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. സിനിമയിൽ ഇത് 1000 ഒരു 100 അപ്പുറത്തെ കൈലൊക്കത്തൂടെ പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വളരെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷനിലെ നമുക്കിപ്പം നമ്മൾ ഐബോൾ കൊണ്ട് നമുക്ക് ഒരാളെ നോക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇപ്പം നാടകത്തിലാണെങ്കിൽ ഇങ്ങനെ നമ്മൾ നോക്കുകയുള്ളൂ. ആ ഒരു ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം നാടകം എന്ന് പറയുന്നത് സത്യമായ ഒരു കലയാണ്. നാടകത്തിൽ നമുക്ക് കട്ടിങ് ഇല്ല, നമുക്ക് ബ്രേക്ക് ഇല്ല, നമുക്കൊന്നുമില്ല. നമ്മൾ അരങ്ങത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ റോള് തീരുന്നത് വരെ നമ്മൾ 100ക്ക് 100 നമ്മൾ നിൽക്കണം. മറ്റ് സിനിമയും സീരിയലും ആണെങ്കിൽ വയ്യാഴിക വന്നാൽ മാറിയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സുഖമില്ലാതെ വന്നാൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഇതുണ്ട് സിനിമയും സീരിയലും തമ്മിൽ. അപ്പോൾ നാടകത്തിൻ്റെ അതേ അഭിനയം ഒരിക്കലും നമുക്ക് സീരിയലിലും സിനിമയിലും കൊണ്ടുവന്നാൽ നമ്മൾ പരാജയപ്പെടത്തേ ഉള്ളൂ. അപ്പം നാടക അഭിനയവും സീരിയൽ സിനിമ അഭിനയവും എന്തെന്ന് മനസ്സിലാക്കിയിട്ട് എവിടെ കുറയ്ക്കണം എവിടെ കൂട്ടണം എന്ന് നോക്കിയിട്ട് വേണം
നമ്മൾ പെർഫോം ചെയ്യാൻ. അപ്പം നമുക്ക് ഒരു പരിധി വരെ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മ കഥാപാത്രങ്ങളിലേക്ക് ഇപ്പം കാസ്റ്റ്, അതായത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല. കാരണം ഓരോന്നും വ്യത്യസ്തം. ഇപ്പം 1983 കണ്ട ആളെയല്ല കുഞ്ഞിരാമായണത്തിൽ. കുഞ്ഞിരാമായണത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഞാൻ പെറ്റ മകൻ അല്ലേ ചേച്ചി. അപ്പം നമുക്ക് വരുന്ന കഥാപാത്രങ്ങളെ എങ്ങനെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതാണ്. ചേച്ചി അതിനുവേണ്ടി ഒരു ശ്രമം നടത്താറുണ്ടോ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ഞാൻ പൊതുവെ കഥ പോലും കേൾക്കാറില്ല, സിനിമയുടെ കേൾക്കാറില്ല. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അമ്മയുടെ കഥാപാത്രമാണെങ്കിൽ ആ കഥാപാത്രത്തിൽ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ, ആ കഥാപാത്രം എങ്ങനെ പോകുന്നു, അല്ലെ ആ കഥാപാത്രം എങ്ങനെയാണ് എന്നുള്ളത്. അല്ലാണ്ട് ഇപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ കൊണ്ടുതരും, സ്ക്രിപ്റ്റ് കൊണ്ടു തന്നാൽ അതെന്താ ചിലപ്പോൾ അതിൻ്റെ മോശ സ്വഭാവമാണോ നല്ല സ്വഭാവമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആ സ്ക്രിപ്റ്റ് വായിക്കാൻ മെനക്കെടാറില്ല. സ്ക്രിപ്റ്റ് കൊണ്ടുതരും, ഞാൻ അത് അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പം സോമൻ്റെ കൃതാവെന്ന് പറഞ്ഞൊരു പടം വന്നു. അതിൽ പിന്നെ അതിൻ്റെ ഡയറക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, എനിക്ക് കഥ ഫുള്ള് പറഞ്ഞു തരണ്ട, കുഴപ്പമില്ല, എൻ്റെ ക്യാരക്ടർ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ പറഞ്ഞു അതല്ല, എനിക്കത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പം എൻ്റെ ആ കഥാപാത്രം പറയുമ്പം അപ്പം തന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആ കഥാപാത്രം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ അങ്ങ് പോയി അഭിനയിക്കുന്നു. അതിനൊരു തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ അതൊക്കെ അതുപോലുള്ള കഥാപാത്രങ്ങൾക്ക് ചിലപ്പം എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് തയ്യാറെടുത്തു, കുറേ നാളത്തെ ഹോംവർക്ക് എന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ ഒരു പരിമിതി വെച്ച് എനിക്ക് കിട്ടുന്ന കഥാപാത്രം ചെയ്യാൻ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയോ അങ്ങനെ ഞാനങ്ങ് ചെയ്യും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാനത് ചോദിക്കാൻ തന്നെ കാരണം ഓരോ കഥാപാത്രം ഇപ്പം എല്ലാവരും പറയും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ചേച്ചിയെ സംബന്ധിച്ചിടത്തൊരു പ്രശ്നമേ ഇല്ല. നമ്മുടെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ അതിനകത്ത് ഊമയായിട്ട് വന്നിട്ട് അയ്യോ അതൊക്കെ. അപ്പം അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെ ഓരോ അമ്മ കഥാപാത്രങ്ങളാണെങ്കിലും വ്യത്യസ്തങ്ങളാണ്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കാൻ തന്നെ കാരണം. അങ്ങനത്തെ ഒരു ഊമ കഥാപാത്രം അങ്ങനെയൊക്കെ വരുമ്പോൾ കഥാപാത്രം വന്നത് ഞാൻ അറിഞ്ഞില്ല അത് ഊമയാന്ന്. ഞാനത് അറിഞ്ഞില്ല. അപ്പം ലിജോയുടെ അമ്മയെന്നാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെ സെറ്റിൽ ചെന്നപ്പോഴത്തേക്കിനുമാണ് ഞാനിത് ഊമയാണെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ നിൽക്കണോ അല്ലെങ്കിൽ പോണോ എന്നുള്ള അവസ്ഥയായി. അപ്പം ഞാൻ അതിശയം എന്നിട്ട് പറഞ്ഞു, സത്യമായിട്ട് എനിക്ക് ഊമ കഥാപാത്രം ചെയ്യാൻ അറിയില്ല, ഞാൻ ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ട് ശീലിച്ചിട്ടില്ല, അങ്ങനെ പഠിച്ചിട്ടില്ല. ചേച്ചി എന്ത് പറയാണ്? ഞാൻ നിൽക്കില്ല. ഞാൻ പറഞ്ഞു എനിക്കത് മനസ്സിലാൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം ബിബിനോടും വിഷ്ണുവിനോടും പറഞ്ഞു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു. നാദിഷ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നാദിഷ കാണിച്ചു തരാൻ പറഞ്ഞു. പിന്നെ എന്നോടല്ലേ കാണിച്ചു തരാൻ പറയുന്നത്. അപ്പോൾ എന്താ അങ്ങോട്ട് ചെയ്യ്. അപ്പോൾ അത് ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ സലീമേട്ടനും ഞാനും കൂടെ ഉള്ള ആ ലിജോ വന്നിരിക്കുമ്പോഴുള്ള ആ സാധനമാണ്. അതായത് പിന്നെ നിന്റെ ആങ്ങള, അതായത് ലൗകിക ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ഒരു മിണ്ടാപ്രാണിയല്ലേ, ഒരു ജീവിതം കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ട് വന്ന ഇപ്പം ഇവൾ ആംഗ്യ ഭാഷയ്ക്ക് എൻ്റെ അമ്മയ്ക്കിട്ട് വിളിക്കണേന്ന് പറഞ്ഞ് ആ സീനാണ് എടുക്കുന്ന ഫസ്റ്റ്. അത് കൂടെ നിൽക്കുന്ന ആരാ? സലീമേട്ടനും. അപ്പോൾ നമ്മുടെ ഒരു കുഴപ്പം കൊണ്ട് ഒരിക്കലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തെ ഒരു അഭിനയ ജീവിതത്തിനിടയ്ക്ക് ഞാൻ പേടിച്ച് വിറച്ച് ചെയ്ത കഥാപാത്രം കട്ടപ്പനയിലെ ഋത്തിക് റോഷന. ഒന്നാമത് ഓപ്പോസിറ്റ് സലീമേട്ടൻ, രണ്ടാമത് ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രം. അപ്പം ഈ ഊമ ചെയ്ത് അവസാനം അങ്ങനെയുള്ളവർക്കും കൂടി ഞാൻ നാണക്കേടായിട്ട് മാറുമോയെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പം എന്നോട് പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു പല സൈസ് ഊമയും കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു കൂതറ ഊമ ആദ്യമായിട്ട് കാണുന്നതെന്ന്. കാരണം അങ്ങനെയാണല്ലോ മൊത്തം പ്രകടനം. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗുരുത്വത്തിൻ്റെ ഒരു സംഭവം അതിനകത്തുണ്ട്. നമ്മളിതുവരെ അത് വിറ്റ് തിന്നാത്തതുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ ഉന്തിത്തള്ളി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ചേച്ചി പറഞ്ഞില്ല അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ചെയ്തോളൂ എന്നൊരു സംവിധായകൻ പറയുന്നെങ്കിൽ അത് ചേച്ചിയിലെ അഭിനയത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയല്ലേ ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ കാരണം അവിടെ ചെന്നപ്പം ഞാനിങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. ഇപ്പോൾ ഒരു റോള് കിട്ടിയെന്ന് പറഞ്ഞ് കൂടും കുടുക്കി എടുത്തൊരു ഒറ്റ പോക്കാണ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാനത് എൻ്റെ മനസ്സിനിണങ്ങിയ കഥാപാത്രങ്ങൾ അല്ലെ മനസ്സിന് സംതൃപ്തി ഇല്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ല, അല്ലെ ക്യാരക്ടറിൻ്റെ കഥ കേട്ട് അതിൻ്റെ ഡെപ്ത് നോക്കിയേ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നാദിർഷ, ബിബിൻ അല്ലെ വിഷ്ണു അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ
എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്, വിപിനെയും വിഷ്ണുവിനെയും. അപ്പൊ ആ ഒരു കൂട്ടുകെട്ടിൽ ഒരു പടം വരുന്നു, ഞാനങ്ങ് രണ്ടും കൽപ്പിച്ചങ്ങ് ചെല്ലുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനൊരു കൂടുതൽ പിന്നെ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല, ഹാർഡ് വർക്കോ ഹോം വർക്കോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തമിഴ് സിനിമ, തമിഴ് സീരിയൽ, എങ്ങനെയായിരുന്നു ചേച്ചി അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലോട്ട്, തീരെ പരിചിതമല്ലാത്തൊരു ഇൻഡസ്ട്രിയിലോട്ട് എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ സിനിമയാണ് ആദ്യം ചെയ്യുന്നത്. സിനിമ ചെയ്തു, നമ്മുടെ വിജയുടെ കൂടെ, കീർത്തി സുരേഷ് വിജയുടെ കൂടെ ഭൈരവ ചെയ്തു. പിന്നെ നമ്മുടെ കട്ടപ്പനയിലെ ഋത്തിക് റോഷന്റെ തന്നെ തമിഴ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇത് ഉമയായിട്ട് തന്നെ. മനോബാല സാറ് മരിച്ചുപോയി. സാറ് ഡയറക്ടർ കം ആക്ടറും കൂടിയായിരുന്നു. അപ്പോൾ സാറിൻ്റെ കൂടെ ആ ഒരു സിനിമ ചെയ്തു. പിന്നെ ഇപ്പം ഈ അടുത്ത കാലത്ത് ബമ്പർ എന്ന് പറഞ്ഞിട്ട്, അത് അത്യാവശ്യം നല്ല പേര് കേട്ട ഒരു ലോട്ടറി ടിക്കറ്റിന്റെ ഒരു കഥയായിരുന്നു. അത് ഹരീഷ് പേരടിയുടെ വൈഫായിട്ട് അത് ചെയ്തു. പിന്നെ സീരിയല് ഞാൻ നമ്മുടെ ചിപ്പിയുടെയും രഞ്ജിത്തിൻ്റെയും വാനമ്പാടി എന്ന് പറഞ്ഞിട്ടൊരു മലയാളം സീരിയൽ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റില്. അപ്പോൾ അവരുടെ തന്നെ ഈ മൗനരാഗം എന്ന് പറഞ്ഞ അതേ സീരിയല് തമിഴ് വിജയ് ടിവിക്ക് വേണ്ടി ചെയ്തു. അത് സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു. അപ്പോൾ ആ സീരിയലിലെ ഈ സെയിം കഥാപാത്രം തന്നെ ഞാൻ അവർ പറഞ്ഞു ഞാൻ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ തമിഴിൽ എനിക്ക് നല്ലൊരു നല്ല സ്ട്രോങ് എൻട്രിയാണ്. കാരണം അവിടെ ചെല്ലുമ്പോഴും പലപ്പോഴും റോഡിലൂടെ പോകുമ്പോൾ ഈ ആൾക്കാർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് സ്വർണ്ണാത്ത അങ്ങനെ പറയും. അപ്പോൾ അത്രയ്ക്കും നമുക്ക് തകർത്താടാൻ പറ്റിയ കഥാപാത്രമാണ് നമുക്ക് അവിടെ കിട്ടിയത്. അത് എനിക്ക് തോന്നുന്നു ആ സീരിയൽ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ തമിഴിൽ ഭയങ്കര സൂപ്പർ ഹിറ്റ്. അപ്പൊ നമ്മുടെ കഥാപാത്രത്തെ വേറൊരു സ്ഥലത്തിലെ ആൾക്കാർ നെഞ്ചിലേറ്റുന്നോണ്ടാണല്ലോ അങ്ങനെ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞു വരുന്നതും അടുത്ത ഒരു ഇതിലേക്ക് വരും. എനിക്ക് തോന്നുന്നു തമിഴ് സിനിമയിലെ ഒരു കഥയുണ്ടല്ലോ, വെളുത്തുള്ളി കഥ, എന്താ അത്? അത് ചേരൻ സാറിന്റെ തിരുമണം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്യുമ്പോ, അപ്പൊ എനിക്ക് ഭാഷ പ്രശ്നമാണല്ലോ, നമുക്ക് ഭാഷ അറിയില്ല, പ്രോംപ്റ്റിംഗ് ഇല്ല. അപ്പോൾ പ്രോംപ്റ്റിംഗ് ഇല്ല. അപ്പോൾ സാറ് പറഞ്ഞു പ്രോംപ്റ്റിംഗ് ഇല്ല, അതുകൊണ്ട് നമ്മൾ അതൊന്ന് എഴുതി പഠിക്കണം. അപ്പം ഞാൻ മലയാളത്തിൽ തമിഴ് ഡയലോഗ് മലയാളത്തിൽ എഴുതി അതങ്ങ് എടുത്തു. അപ്പോൾ തമ്പിരാമയ്യ എന്ന് പറഞ്ഞ സാറാണ് എൻ്റെ ബ്രദറായിട്ട് അഭിനയിക്കണേ. സാറിൻ്റെ മോനാണ് അതിനകത്തുണ്ടായിരുന്നു ഉമാപതിയാണ് അർജുൻ, നമ്മുടെ ആക്ടർ അർജുൻ സാറിന്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഉമാപതിയുണ്ട്, തമ്പിരാമയ്യ സാറും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ കേട്ടു ഈ ഒരു വെളുത്തുള്ളി പൊളിച്ചു പറയുന്ന ഒരു ഡയലോഗ്സും ഒരു ട്രോളി ഷോട്ടും സാറും എല്ലാവരും കൂടെ, ബ്രദറും ഹീറോയും ഒക്കെ കൂടെ ഉള്ള സീനാണ്. അപ്പോൾ സാറിങ്ങനെ ആരോട് ചോദിക്കുന്ന കേട്ടു, ആർട്ടിലുള്ള ആരോട്, എടാ വെള്ളപ്പൂണ്ട് ഇരിക്കാ നിങ്ങളുടെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ഈ വെള്ളപ്പൂണ്ട് എന്നാന്ന് അറിയത്തില്ല. അപ്പോൾ ഇല്ല സാർ കൊഞ്ചം ഇരുന്നത് അതാ കൊടുത്തതെന്ന് പറഞ്ഞു. ഇല്ല 2 കിലോ വാങ്ങി വെക്ക്, അങ്ങനെ വാങ്ങി വെക്ക് എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു എതുക്ക് എന്ന് പറഞ്ഞു. വേണ്ടി വരും എന്ന് പറഞ്ഞു. അത് മലയാളത്തിൽ ഞാൻ പറയാം, വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പം എന്നെയാണ് ഇവരാക്കണേന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇല്ലില്ല. അപ്പം മടിയിൽ വെളുത്തുള്ളി ഇരിക്കുന്നുണ്ട്, ഈ വെള്ളപ്പൂണ്ട് എന്നാന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഈ വെളുത്തുള്ളി പൊളിച്ച് അവരോട് പറഞ്ഞ് കരഞ്ഞ് വീണ്ടും വെളുത്തുള്ളി പൊളിച്ച് ഈ ഒരു സാധനത്തിൽ വരുമ്പോൾ മിക്കവാറും ഒരുപാട് ടേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വന്നാൽ വെളുത്തുള്ളി തീരും, അതുകൊണ്ട് മേടിച്ച് വാങ്ങി വെച്ചോളാനാണ് പറഞ്ഞത്. പക്ഷേ സകല ദൈവങ്ങളെയും വിളിച്ച് അച്ഛനമ്മയൊക്കെ വിളിച്ചിട്ട് തന്നെ ഞാൻ ആ സീൻ ചെയ്തത്. അത് ഭയങ്കര സീനെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും ഓൾ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞു, ലാംഗ്വേജ് തെരിഞ്ഞിരുന്നാലും വടപഴനി ടെമ്പിളിന്റെ കുളം ഒഴിച്ചെല്ലാം വാങ്ങിടും. അത് പുള്ളി ജോക്കാണ് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് തെരിഞ്ഞിരുന്നാലും അങ്ങനെ ചെയ്യുമെന്ന്. പക്ഷേ ഈ നമുക്ക് 41 വർഷത്തെ യാത്രയിലും പൊന്നി, അതുപോലെ തന്നെ നമ്മുടെ ഈ അഭിനയ ജീവിതത്തിലും എവിടേക്കോ എന്നെ ഒരു നിർഭാഗ്യം, ഒരു സാധനം ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതെനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. കാരണം ക്രോണിക് ബാച്ചിലർ സിനിമ കഴിഞ്ഞപ്പം സിദ്ദിഖ് സാർ എന്നോട് പറഞ്ഞു, സീമ ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, അത്രയ്ക്കും ശക്തമായ കഥാപാത്രങ്ങൾ സീമയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു 2-3 വർഷത്തോളം എനിക്ക് ഒരു റോളും കിട്ടിയിട്ടില്ല ക്രോണിക് ബാച്ചിലർ കഴിഞ്ഞിട്ട്. ഞാൻ ചെയ്തിട്ടേ ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഭൈരവ ചെയ്യുമ്പോഴും ഭരതൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടർ സാറായിരുന്നു.
സാറ് പറഞ്ഞു അമ്മ നമ്മൾ ഭയങ്കര നല്ല ആർട്ടിസ്റ്റാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞു ചരൺ സാറിൻ്റെ തിരുമണം വന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ അത് ചിലപ്പം നമുക്കൊരു നല്ല ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ ആളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ശക്തമായിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള ആളില്ലാത്തത് കൊണ്ടോ ആകാം. അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും എന്നോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്രയോ കഴിവുണ്ട്, എന്നിട്ട് പോലും അതപ്പം എവിടെയോ എന്തോ കിടന്ന് ഒന്ന് കളിക്കുന്നുണ്ട്.